ചേട്ടൻ്റെ പേരെന്താ? എൻ്റെ പേര് ഗോപാലൻ. ഗോപാലൻ. ഇപ്പോൾ എത്ര പ്രായമുണ്ട്? പ്രായം 57. ശരി. എവിടെയാ സ്വന്തം സ്ഥലം? എവിടെയാ? താമരശ്ശേരിക്കടുത്ത് മാനിപുരം. ആ, മാനിപുരത്താണ്. എത്ര കാലമായി ഈ ഒരു തൊഴിലിൽ ഏർപ്പെട്ടിട്ട്? ഇതൊരു 42 വർഷം. അത് ശരിയാ. പാരമ്പര്യ തൊഴിലാണ്. അച്ഛൻ്റെ അച്ഛനും എല്ലാം ഇത് തന്നെയാണ് ചെയ്യുന്നത്. ശരി. ഇപ്പം എങ്ങനെയാ പൊതുവിൽ ഈ മൺകലങ്ങളും മൺപാത്രങ്ങളൊക്കെ ആളുകൾ വാങ്ങുന്നുണ്ടോ? വാങ്ങുന്നുണ്ട്. വീണ്ടും തിരിച്ചു വന്നിട്ടുണ്ട്. ഇടയ്ക്ക് കുറച്ചു കാലം കുറച്ച് മോശമായിരുന്നു തോന്നുന്നു അല്ലേ? ഇപ്പോൾ ആളുകൾ തിരിച്ചു വരുന്നുണ്ട്. ചേട്ടൻ എന്തൊക്കെയാണ് ഉണ്ടാക്കുന്നത്? എന്തൊക്കെ സാധനങ്ങളാണ്? അധികം മീൻ ചട്ടിയാണ് പോകുന്നത്. പിന്നെ ചീനച്ചട്ടി, കപ്പ്. ശരി. നമ്മളൊരു പുതിയ പാത്രം വാങ്ങിക്കഴിഞ്ഞാൽ, പുതിയൊരു മൺപാത്രം വാങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? അത് നേരത്തെ തന്നെ നമുക്ക് കുക്ക് ചെയ്യാൻ ഉപയോഗിക്കാമോ, അതോ വേറെ എന്തെങ്കിലും ചെയ്യേണ്ടത്? കഞ്ഞിവെള്ളം ഒഴിക്കുക, എന്നിട്ട് തിളപ്പിക്കുക. കഞ്ഞിവെള്ളം സാധാരണ തണുത്ത കഞ്ഞിവെള്ളം അതിലൊഴിക്കുക, എന്നിട്ട് തിളപ്പിക്കുക, ഒഴിവാക്കി അത് പിന്നെ യൂസ് ചെയ്യും. ഒരു പ്രാവശ്യം ചെയ്താൽ മതി. എന്തിനാ അങ്ങനെ ചെയ്യുന്നത്? എന്തിനാ? അത് ഇതിന്റെ പുതിയ ടേസ്റ്റ്, ഈ പാത്രത്തിന്റെ ഒരു ടേസ്റ്റ് ഉണ്ട്, ആ മണ്ണിന്റെ ടേസ്റ്റ്, അത് ഒഴിവാകും. ഓ ശരി. ഇതുപോലെ ചെയ്യുന്നതുകൊണ്ട് ഈ പാത്രം കൂടുതൽ കാലം ഈട് നിൽക്കുക, അങ്ങനത്തെ ചെയ്യുന്നതുകൊണ്ട് അങ്ങനെയും ചെയ്യാം. ശരി ശരി. കഴിയുന്നത് ശ്രദ്ധിക്കുക, പൊട്ടിപ്പോകാതെ താഴെ വീഴുക. ആ ശരി ശരി ശരി. ഈ മൺപാത്രങ്ങളിൽ നമ്മൾ ഉപയോഗിക്കുന്നതുകൊണ്ട് എന്തൊക്കെയാ ഗുണങ്ങളെന്ന് പറയാം? ഈ രോഗങ്ങളെ മാറി ഇല്ലാതാവും. ശരി ശരി. ഇത് മണ്ണ് പിന്നെ വിഷാംശങ്ങൾ വലിച്ചെടുക്കുന്നത്. ഓ അത് ശരിയാ. അപ്പോൾ നമ്മുടെ ഫുഡ് ഐറ്റംസിൽ എന്തെങ്കിലും വിഷാംശങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഈ പാത്രം വലിച്ചെടുക്കും. ഓ അത് ശരിയാ. പ്രത്യേകത. ശരിയാ. കൂജയൊക്കെ ആണെങ്കിൽ വെള്ളമൊക്കെ നല്ല തണുപ്പ് ഒഴിക്കുക, നല്ല തണുപ്പ് കിട്ടും. ശരി ശരി ശരി. ഫ്രിഡ്ജിനേക്കാളും നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ശരി. ഈ കളിമണ്ണൊക്കെ ധാരാളം കിട്ടുന്നുണ്ടോ? ഇപ്പോൾ പ്രയാസമാണ്. ഇപ്പോൾ ഈ വയനാട് ഭാഗത്ത് മേപ്പാടിയേ ഉള്ളൂ. അത് ശരിയാ. വയനാട്ടിൽ മാത്രമേ ഉള്ളൂ ഇപ്പോൾ? കേരളത്തിന്റെ മറ്റു ഭാഗങ്ങളിലൊന്നും ഇല്ല. പക്ഷേ എടുക്കാനും സമ്മതിക്കുന്നില്ല. ഓ, കളിമണ്ണ് എടുക്കുന്നതിന് നിരോധനവും നിയന്ത്രണമൊക്കെ ഉണ്ട്. ഓ, അത് എടുക്കുന്നതിനനുസരിച്ച് കുഴിയായി പോകുന്നുണ്ട്. ഓ അത് ശരി. അപ്പോൾ അതുകൊണ്ടാണ് നിയന്ത്രണം വരുന്നത് അല്ലേ? ശരി ശരി. ഏതായാലും ശരി, ഞങ്ങൾക്ക് വേണ്ടി ശരി, നന്ദി. ശരി.